ബിജു രമേശിന്റെ വെളിപ്പെടുത്തലും അതിന്റെ പിന്നിലെ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി തള്ളി. സത്യാവസ്ഥ തനിക്കറിയാമെന്നിരിക്കെ എന്തിനാണ് അന്വേഷണമെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. കെ.എം. മാണിക്കെതിരായ ആരോപണങ്ങൾ നിർഭാഗ്യകരമാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ബാർ തുറക്കാൻ ധനമന്ത്രി കെ.എം. മാണി കോഴ വാങ്ങിയെന്ന കാര്യം ബിജു രമേശ് തന്നോട് പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തന്നെ ബിജു രമേശ് കണ്ടിട്ടില്ല, എവിടെ വെച്ച് കണ്ടു എന്ന് ബിജു രമേശ് പറയണം. എന്നോട് ബിജു രമേശ് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല, എന്നെ കണ്ടിട്ടില്ല. അത് സംബന്ധിച്ച് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ച് കണ്ടു, ആരുടെ കൂടെ കണ്ടു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തണം. ബിജു രമേശിന്റെ ആരോപണങ്ങളിൽ അടിസ്ഥാനമില്ലെന്ന് തനിക്ക് ആധികാരികമായി പറയാനാകും. പിന്നെ എന്തിന് അന്വേഷണം? ഒരു സത്യവുമായിട്ട് ബന്ധമില്ല എന്ന് നേരിട്ട് അറിയാവുന്ന എനിക്ക് പിന്നെ എന്തിനാ അന്വേഷണം? വെളിപ്പെടുത്തലിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന കെ.എം. മാണിയുടെ ആവശ്യവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. കെ.എം. മാണിയെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. മാണി സാറിനെ പോലൊരു നേതാവിനെതിരെ ഇതുപോലൊരു വെളിപ്പെടുത്തൽ നടത്തിയാൽ അതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കത്തില്ല. മാണി സാറ് ഈ അരനൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതം ഇരുമ്പ് മറയ്ക്കകത്ത് ഇരുന്നുകൊണ്ടൊന്നുമല്ല. കെ.എം. മാണിക്കെതിരെ പ്രസ്താവന നടത്തിയ ടി.എം. പ്രതാപൻ ചെയ്തത് വലിയ കുറ്റമാണ്. എന്തെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ പ്രതികരിക്കുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. കോൺഗ്രസിൻ്റെ എം.എൽ.എ. ശ്രീ പ്രതാപൻ ചെയ്തത് അതീവ തെറ്റായിട്ടൊരു കാര്യമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം അത് സംബന്ധിച്ച് കെ.എം. മാണി വിശദീകരണം കൊടുക്കണം. ആരാ പറയാൻ ശ്രീ പ്രതാപൻ? പി.സി. ജോർജിന്റെ ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ സി.എമ്മിന്റെ മറുപടി ഇങ്ങനെ. അദ്ദേഹം അത് മാറ്റിയും പറഞ്ഞിട്ടുണ്ട്. രാവിലെ വരെ പറഞ്ഞിട്ടില്ല. ഏതാ എന്ന് മാണി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? മാണി സാറെ കുറിച്ച് പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെച്ച് പണം കൊടുത്ത് തനിക്ക് അറിയാമെന്ന് തന്നെയാണ് ഇപ്പോൾ. അദ്ദേഹം അതും മാറ്റി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും. റിപ്പോർട്ടർ തിരുവനന്തപുരം.